ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവാ. ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസ യോഗം. ഒന്നാമത്തെ ശ്ലോകം തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഒന്നാമത്തെ ശ്ലോകം തുടങ്ങുന്നു. സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യത് ശ്രേയ ഏതയോരേകം തദ്മേ ബ്രൂഹി സുനിശ്ചിതം. മലയാളം: കർമ്മത്യാഗത്തെ എന്നോണം ത്യാഗത്തെയും സ്തുതിപ്പു നീ, ഇതിൽ ശ്രേയസ്കരമേതെന്നോടോതുക മാധവ. കർമ്മസന്യാസ യോഗമാണ്. അർജുനൻ്റെ ചോദ്യത്തോടു കൂടിയിട്ടാണ് അധ്യായം ആരംഭിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കർമ്മസന്യാസത്തിനെ പ്രശംസിച്ച്, ജ്ഞാനയോഗം അതായത് കർമ്മസന്യാസത്തെ പ്രശംസിച്ച് ഭഗവാൻ കുറേ അർജുനനെ ഉപദേശിക്കുകയുണ്ടായി. പക്ഷെ കർമ്മയോഗത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെറുതായിട്ടൊരു ഒരു പൊരുത്തക്കേട്, എന്തോ ഒരു പ്രശ്നം അല്ലേ. ആദ്യം പറയുന്നു കർമ്മസന്യാസമാണ് നല്ലത്, അതിനെ വളരെയധികം പുകഴ്ത്തി പറയുന്നു. പിന്നീട് കർമ്മയോഗമാണ് നീ ചെയ്യേണ്ടത് എന്ന് പറയണു. അപ്പോൾ ചെറിയൊരു സംശയം, ഇതിൽ സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടിയിട്ട് എങ്ങനെയാണ് ഒപ്പം അനുഷ്ഠിക്കുക? ഇതിലേതാണ് ശ്രേയസ്കരം? ഒന്ന് എനിക്ക് തീർച്ചയായിട്ടും ഇതിലേതാണ് വേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരുമോ? എൻ്റെ സംശയം ഒന്ന് ക്ലിയർ ചെയ്യുമോ എന്ന് അർജുനൻ ചോദിക്കുകയാണ്. ഹേ കൃഷ്ണ, കർമാണാം സന്യാസം പുനയോഗം ച ശംസസി. കർമ്മസന്യാസത്തെയും പിന്നെ കർമ്മയോഗത്തെയും അങ്ങ് പ്രശംസിക്കുന്നുണ്ടല്ലോ. ഏതയോഹോ യത് ശ്രേയ, ഇതിൽ ഏറ്റവും ശ്രേയസ്കരം ഏതാണ്? തദ് ഏകം, അത് മാത്രം മതി, മറ്റേത് വേണ്ട. വേണ്ടാത്തത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നതല്ലേ. അതേപോലെ തദ് ഏകം സുനിശ്ചിതം മേ ബ്രൂഹി. ഏതെങ്കിലും ഒന്ന് അനുഷ്ഠിക്കാം, കർമ്മയോഗം അനുഷ്ഠിക്കാം, അല്ലെങ്കിൽ കർമ്മസന്യാസം അനുഷ്ഠിക്കാം. ഇതിലേതാ ശ്രേയസ്കരം എന്ന് മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഒന്ന് എനിക്ക് ഉറപ്പിച്ചു തരൂ, ഇതിലേതാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിന് ഇപ്പോഴും വിഭ്രാന്തിയാണ്. ഏതാണ്ട് വിഭ്രാന്തി നീങ്ങി കൃഷ്ണൻ്റെ ഉപദേശങ്ങളെ ശ്രദ്ധാപൂർവം ചെവിക്കൊള്ളാൻ തുടങ്ങി. അത് സത്യമാണ്. പണ്ടത്തെ ആദ്യം വിഷണ്ണഭാവത്തിലിരുന്ന അർജുനനൊന്നുമല്ല. ഇങ്ങനെ മരുന്നിൻ്റെ ഡോസ് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ നമുക്ക് അസുഖമൊക്കെ കുറച്ച് ഭേദമാവുന്ന പോലെ ഭഗവാന്റെ ഡോസ് ഇങ്ങനെ എത്തി അവസാനം എന്തും ഭഗവാൻ പറയുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്, കൊള്ളാലോ, എന്നാൽ പിന്നെ ഞാൻ കേട്ടുകളയാം എന്നുള്ള ഒരു മനസ്സാന്നിധ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അർജുനൻ. പക്ഷെ എന്നാലും അങ്ങോട്ട് വിട്ടുപോകണില്ല മുഴുവനായിട്ടും. കുറച്ച് വരുമല്ലോ അല്ലേ, പഴയ ചിന്തകൾ എന്ന് പറഞ്ഞ പോലെ. ഇങ്ങനെ രണ്ടും കൂടെ പറഞ്ഞാൽ എനിക്ക് ആ കൺഫ്യൂഷൻ ആവുന്നുണ്ടല്ലോ കൃഷ്ണ, ഒന്ന് എനിക്ക് ഏതാണെന്നൊന്ന് വ്യക്തമാക്കി തരുമോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പം രണ്ടും കൂടെ ഒരുമിച്ച് പറയുമ്പോൾ എന്താ വെച്ചാൽ മനസ്സ് അത്ര പൂർണ്ണമായിട്ടുള്ളൊരു സ്വസ്ഥതയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പൊരുത്തക്കേട് തോന്നുന്നത്. കൃഷ്ണൻ പക്ഷേ കർമ്മയോഗത്തേക്കാൾ ശ്രേഷ്ഠതരമാണ് കർമ്മസന്യാസം എന്ന് പറയുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയത് ഇങ്ങനെ രണ്ടും കൂടെ പറഞ്ഞാൽ ശരിയാവാന്ന് ഒരു ചെറിയ സംശയം. ഈ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ബോധപൂർവം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഫലം ഇച്ഛിച്ചിട്ടല്ല, പക്ഷേ സ്വധർമാനുഷ്ഠാനാണ് അവിടെ കർമ്മയോഗം എന്ന് പറയണത്. ഫലം ഇച്ഛിക്കുന്നില്ല. കർമ്മസന്യാസം എന്ന് പറഞ്ഞാൽ അത് ബോധപൂർവം ചെയ്യേണ്ട ഒരു കാര്യമല്ല. കർമ്മയോഗത്തിലൂടെ കർമ്മസന്യാസം തനിയെ തന്നെ വന്നു ചേരും. അപ്പോൾ അർജുനൻ്റെ ഈ സംശയത്തിന് അർജുനൻ വിചാരിച്ചത് ഈ കർമ്മയോഗവും കർമ്മസന്യാസവും രണ്ടും രണ്ട് മാർഗങ്ങളാണ്, അതിലേതെങ്കിലും ഒന്ന് സ്വീകരിച്ചിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്താം എന്നൊക്കെയാണ് വിചാരിച്ചത്. അതിലത്തെ ഏതാണ് ശ്രേയസ്കരം, മെച്ചപ്പെട്ടത് ഏതാണെന്നൊന്ന് പറഞ്ഞു തരുമെന്നാണ് ഭഗവാനോട് പറഞ്ഞതെങ്കിലും ശരിക്കും ഈ രണ്ട് മാർഗങ്ങളും ഒരേപോലെയുള്ളതാ അല്ല, തുല്യ പ്രാധാന്യത്തോടെ ഒരേ കാലത്ത് അനുഷ്ഠിക്കേണ്ടതുമല്ല. ഒന്ന് ഇഷ്ടം പോലെ നമുക്ക് തിരഞ്ഞെടുക്കാനും പറ്റില്ല. ഒന്ന് ചെയ്ത് അതിൽ നിന്ന് മറ്റൊന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്. പരീക്ഷ എഴുതി നന്നായി എഴുതിയാൽ നല്ല മാർക്ക് കിട്ടുന്ന പോലെ കർമ്മം നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലപ്രാപ്തിയാണ് അവിടെ കർമ്മസന്യാസമായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം കർമ്മയോഗം ചെയ്യണം, പിന്നെ അതിൽ നിന്ന് തനിയെ കർമ്മസന്യാസം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്ന വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്.
പറഞ്ഞു കൊടുത്തിട്ടില്ല. അതാണ് അങ്ങനെയാണ്. രണ്ടും ഒന്നല്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരികയാണ്. പക്ഷെ ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ അർജുനൻ്റെ ചോദ്യമല്ലേ ആയിട്ടുള്ളൂ. അർജുനൻ ചോദിച്ചതാണ് ഏതാണ് ശ്രേയസ്കരം എന്ന്. ഇനി ഭഗവാൻ പറയുന്നു രണ്ടാമത്തെ ശ്ലോകത്തിൽ, ശ്രീ ഭഗവാനുവാച സന്യാസകർമ്മയോഗശ്ച നിശ്രേയസ്കരാവുഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. മലയാളം: സന്യാസകർമ്മയോഗങ്ങൾ രണ്ടും ശ്രേയസ്കരങ്ങളാം, കർമ്മത്യാഗത്തിലും മീതേ കർമ്മയോഗം വിശിഷ്ടമാം. സന്യാസഃ കർമ്മയോഗഃ ച ഉഭൗ നിശ്രേയസ്കരൗ തു തയോഃ കർമ്മസന്യാസാത് കർമ്മയോഗഃ വിശിഷ്യതേ. കർമ്മസന്യാസവും കർമ്മയോഗവും രണ്ടും മോക്ഷത്തിലേക്കുള്ള ഉപായങ്ങളാണ്. എന്നാൽ തു തയോഹോ അവയിൽ വെച്ച് കർമ്മസന്യാസാത് കർമ്മയോഗഃ വിശിഷ്യതേ. കർമ്മസന്യാസത്തേക്കാൾ ശ്രേയസ്കരം കർമ്മയോഗം തന്നെയാണ്. അപ്പം കർമ്മയോഗം അനുഷ്ഠിക്കൽ തന്നെയാണ് ശ്രേയസ്കരം എന്നാണ് ഭഗവാന്റെ മറുപടി. ഭഗവാൻ ഇതാദ്യം മനസ്സിലായിട്ടുണ്ട്. ചോദ്യത്തിൽ നിന്ന് തന്നെ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അറിയാതെ ഭഗവാൻ പറഞ്ഞു എന്നാക്കി. അങ്ങനെയല്ല, ഭഗവാൻ മനസ്സിലായി. ഇദ്ദേഹം അർജുനൻ ഇത്രയൊക്കെ ഉള്ളൂ വിവരം വെച്ചിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ അർജുനൻ്റെ അജ്ഞതയുടെ ഒരു ആഴം അളന്നു നോക്കിയതാണ് ഭഗവാൻ. അപ്പോൾ അർജുനൻ വിചാരിച്ച പോലെ രണ്ടും രണ്ട് മാർഗങ്ങളല്ല, രണ്ടും ലക്ഷ്യമൊന്നാണ്, മാർഗം രണ്ടാണ്. അപ്പം രണ്ട് മാർഗങ്ങൾ പോലെ രണ്ടും രണ്ട് വ്യത്യസ്ത ലക്ഷ്യങ്ങളുമാണെന്നാണ് അർജുനൻ വിചാരിച്ചത്. അങ്ങനെയല്ല, രണ്ടും നമ്മൾ അനുഷ്ഠിക്കണം എന്നാണ് പറയാൻ പോകുന്നത്. ഏതെങ്കിലും ഒന്ന് മാത്രം മതിച്ചാൽ അത് സ്വീകരിക്കാമല്ലോ എന്നാണ് അർജുനൻ വിചാരിച്ചത്. പക്ഷെ അത് ഇവിടെ നടക്കില്ല. അങ്ങനെയല്ല ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് കർമ്മസന്യാസമാണ്, കർമ്മയോഗമാണ് അത്ര ശ്രേഷ്ഠം. അതെന്താ കർമ്മസന്യാസമല്ലേ എന്ന് ചോദ്യം വന്നാൽ, അപ്പം നമുക്ക് മനുഷ്യൻ എന്തായാലും കർമ്മസന്യാസമല്ലേ, ശരി ഞാൻ കർമ്മസന്യാസം അനുഷ്ഠിച്ചോളാം. മനുഷ്യന്മാർ അല്ലെങ്കിലേ മടിയന്മാരാണ്, അലസന്മാരായിട്ടുള്ള, അധ്വാനിക്കാതെ എങ്ങനെ പൈസ സമ്പാദിക്കാമെന്നാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ചിന്താഗതി. അതേപോലെ തന്നെ കർമ്മസന്യാസം അനുഷ്ഠിക്കുകയാണ്. നമ്മൾ പണ്ടൊരു കാര്യം പറഞ്ഞ പോലെ, ഒരു സിനിമയിൽ കണ്ട പോലെ, നാളെ മുതൽ ഞാൻ സന്യാസിയാവാൻ പോവാ കേട്ടോ, ഇനി ഈ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് ദിവസം താടിയൊക്കെ വളർത്തുന്നു, മുടിയൊക്കെ വളർത്തുന്നു, ഒരു കാവ്യമുണ്ട് ഉടുക്കുന്നു, കയ്യിലൊരു വടിയും പിടിക്കുന്നു, എന്നിട്ട് ഏതെങ്കിലും ആശ്രമം തേടിയിട്ട് ഒരു ഗുരുജീനെയും തേടിയിട്ട് ആ ഗുരുജി തന്നെ എങ്ങനെ ഇരിക്കണം, ഒരു ഗുരുനാഥൻ എങ്ങനെ ഇരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അല്ലാത്ത ഗുരുനാഥന്മാരുടെ അടുത്തേക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ എത്തിപ്പെടുക. അപ്പോൾ എല്ലാ മനുഷ്യന്മാരും വളരെയധികം അലസന്മാരായിട്ട് പോവും. അപ്പം നമ്മളുടെ അങ്ങനെ അലസന്മാരായിക്കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കുമല്ലോ. അപ്പോൾ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഒന്നും പറ്റാതെ ഇങ്ങനെ നമ്മൾ ജീവച്ഛവമായിട്ട് സന്യാസത്തിലേക്ക് എത്തുമോ? അതില്ല. എന്നാൽ കർമ്മം ആചരിച്ചോ, സ്വന്തം കർമ്മം അനുഷ്ഠിച്ചോ? അതുമില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ എത്തിപ്പോവും നമ്മൾ. അതുകൊണ്ടാണ് സന്യാസം അവിടെ ഇരിക്കട്ടെ, കർമ്മയോഗം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് കുറേ കഴിയുമ്പോൾ, ഇത് നമ്മൾ മുന്നേ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ്, എല്ലാം ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ്. അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് അതിലൊരു മടുപ്പ് വരും. അങ്ങനെ മടുപ്പ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാനിപ്പോൾ ചെയ്തതെല്ലാം വിഡ്ഢിത്തരാണ്, ഇനി സമൂഹ നന്മയ്ക്ക്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യട്ടെ എന്ന്. പിന്നീട് അത് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് യജ്ഞഭാവത്തിൽ കർമ്മം ആചരിക്കുക എന്നുള്ളതിലേക്ക് എത്തും. അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ മാലിന്യങ്ങളും പോയി അവസാനം നമ്മുടെ അന്ധകരണം ഒരു ധ്യാനത്തിന് യോഗ്യമായിട്ട് തീരും. അത് കഴിഞ്ഞ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സകാമകർമ്മം, നിഷ്കാമകർമ്മം, ധ്യാനം, ഇതാണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് കർമ്മങ്ങളും തീർന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ധ്യാനം അടുത്ത അധ്യായത്തിലാണ് വിസ്തരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് ആ കർമ്മത്തിൽ നിന്ന്, ഇത് രണ്ടും കഴിഞ്ഞ് ആ കർമ്മത്തിൽ നിന്ന് വിരമിച്ച് എങ്ങനെയാണ് ധ്യാനത്തിലേക്ക് എത്തേണ്ടത് എന്നാണ്. രണ്ടും അപ്പോൾ കർമ്മസന്യാസമാണെങ്കിലും കർമ്മയോഗമാണെങ്കിലും പരമലക്ഷ്യത്തിൽ തന്നെ നമ്മളെ എത്തിക്കും. ഏത് വഴി തിരഞ്ഞെടുത്താലും കുഴപ്പമില്ല. അതാണ് പറയുന്നത്. അപ്പോൾ അർജുനൻ ഒരു ക്ഷത്രിയനായതുകൊണ്ട് അർജുനൻ്റെ ഉള്ളിൽ മുഴുവനും ക്ഷത്രിയോചിതമായിട്ടുള്ള വാസനകൾ എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പാണ്.
അല്ലേ? ഒരു ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ടാണല്ലോ അർജുനനും വന്നിരിക്കുന്നത്. അത് തീർക്കാൻ, ആ കർമ്മങ്ങൾ മുഴുവനും ചെയ്ത് തീർക്കണം. എവിടെ? ഈ യുദ്ധക്കളത്തിൽ. എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും വാസന ഉള്ളിടത്തോളം കാലം നമ്മൾ ആ വാസനകൾ മുഴുവനും പ്രവർത്തിച്ച് അടക്കണം. അർജുനൻ്റെ രോഗം ബാധിച്ച നമ്മളെല്ലാവരും തന്നെ, അതായത് അർജുനനെ പോലെ ചിന്തിക്കുന്ന നമ്മളെല്ലാവരും തന്നെ ഇതുപോലെ കർമ്മങ്ങൾ നിസ്വാർത്ഥമായിട്ട് ചെയ്യണം എന്ന് നമ്മളെയും കൂടെ ഉത്ബോധിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ഇനി അടുത്ത ശ്ലോകം, 3-ാമത്തെ ശ്ലോകം. ജ്ഞേയസ്സ നിത്യസന്യാസി യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതി. മലയാളം. സ്നേഹദോഷങ്ങളൊഴികിൽ നിത്യസന്യാസിയായിടും ഇച്ഛാദ്വേഷാദി ദ്വന്ദ്ങ്ങൾ വെടിഞ്ഞാൽ കർമ്മമുക്തനാം. ഹേ മഹാബാഹോ, യം ന ദ്വേഷ്ടി ന കാംക്ഷ്യതി, ആരാണോ ഒന്നിനെയും ദ്വേഷിക്കാത്തത്, ഒന്നും കാക്ഷിക്കാത്തത്, ഒന്നും ആഗ്രഹിക്കാത്തത്, സഹ നിത്യസന്യാസി ജ്ഞേയഃ, അവൻ നിത്യസന്യാസിയാണെന്നറിയൂ. ഹി നിർദ്വന്ദ്വഃ, എന്തെന്നാൽ രാഗദ്വേഷങ്ങളില്ലാത്തവൻ, ബന്ധാത്, ബന്ധത്തിൽ നിന്ന്, സുഖം പ്രമുച്യതി, എളുപ്പത്തിൽ മുക്തനാവുന്നു. ഇതും ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. വീണ്ടും കർമ്മയോഗത്തിന് ആണ് പ്രാധാന്യം, കർമ്മസന്യാസത്തേക്കാൾ എന്ന് ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന്, രാഗദ്വേഷങ്ങളില്ലാതെ വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ, അല്ലേ? അപ്പോൾ രാഗദ്വേഷങ്ങളുടെ എല്ലാം ഉപേക്ഷിച്ച് കഴിയുന്ന ഒരാളാണ് ആര്? വിമുക്തൻ. രാഗദ്വേഷ വിമുക്തനാണ് അവിടെ നിത്യസന്യാസി. ഇപ്പോൾ രാഗദ്വേഷങ്ങളില്ലെങ്കിൽ അവർക്ക് ഒന്നിനോടും മമതയില്ലല്ലോ, മമത്വം ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ബന്ധങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ മുക്തി പ്രാപിക്കാം. അതായത് നിർദ്വന്ദ്വം എന്നാണ് പറഞ്ഞേക്കണത്. ദ്വന്ദ്വാതീതനാവുക എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വാനുഭവങ്ങളാണ് നമുക്ക് എപ്പോഴും വരിക കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ. അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തി നേടണം എന്നാണ്. അതായത് നിർദ്വന്ദ്വാവസ്ഥ കൈവരിക്കുക എന്ന് പറഞ്ഞാൽ മനോബുദ്ധികളുടെ അനുഭവമണ്ഡലമൊക്കെ കഴിഞ്ഞ് നമ്മൾ സന്യാസിയാവുക. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. പക്ഷേ ഭഗവാന് അർജുനൻ്റെ മനസ്സ് നന്നായിട്ട് അറിയുന്നതുകൊണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ക്ഷത്രിയ സംസ്കാരം ഉള്ളിലുണ്ടെന്ന് അറിയാലോ. അതുകൊണ്ട് കർമ്മം ചെയ്യാതെ വയ്യ അർജുന എന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി 4-ാമത്തെ ശ്ലോകം. സാഖ്യയോഗോ പൃഥക് ബാല പ്രവദന്തി ന പണ്ഡിത ഏകമപ്യാസ്ഥിത സമ്യക് ഉഭയോർവിന്ദതേ ഫലം. സാഖ്യയോഗങ്ങളെ യജ്ഞർ കാണുന്നു ഭിന്നരൂപമായി, ഒന്നിൽ തന്നെയുറച്ചാലും ഫലം തുല്യം ലഭിച്ചിടും. സാഖ്യയോഗവും പൃഥക് ബാലാഹ പ്രവദന്തി. സാഖ്യവും വേറെയാണ്, കർമ്മയോഗം വേറെയാണ്. കർമ്മസന്യാസവും കർമ്മയോഗവും, അതായത് കർമ്മസന്യാസവും കർമ്മയോഗവും രണ്ടാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് രണ്ടും വേറെ വേറെയാണെന്ന് ബാലന്മാർ മാത്രമേ പറയൂ. ബാലന്മാർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നല്ല, അജ്ഞതയുള്ളവർ, അജ്ഞാനികൾ മാത്രമേ പറയൂ. അവർ കുട്ടികളെ പോലെയാണെന്ന്. അത് കുട്ടികൾക്ക് അത്ര വിവരം വെച്ചിട്ടുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് അവർ കുട്ടികളെ പോലെയാണ് പെരുമാറുന്നതെന്ന് നമ്മൾ ഇടയ്ക്ക് പറയാറില്ലേ. അതേപോലെ, അതായത് അവർ അജ്ഞാനികളാണ്, അങ്ങനെയുള്ളവർ മാത്രമേ ഇത് രണ്ടും വേറെയാന്ന് പറയുള്ളൂ. പണ്ഡിതന്മാർ പറയില്ല. ഇവയിൽ ഏതെങ്കിലും ഒന്ന് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് എങ്ങനെയാണോ അനുഷ്ഠിക്കേണ്ടത് അതുപോലെ അനുഷ്ഠിച്ചാൽ രണ്ടിൻ്റെയും ഫലം ഒപ്പം അനുഭവിക്കുന്നു. അപ്പോൾ എങ്ങനെയായാലും ഞാൻ പറഞ്ഞല്ലോ, ലക്ഷ്യം ഒന്നാണ്, മാർഗം രണ്ടാണ്. ഏത് വഴിയിൽ കൂടെ പോയാലും അവസാനം എത്തുന്നത് ഒന്ന് തന്നെ. നമ്മളിവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് തിരുവനന്തപുരത്ത് എത്താം. ബൈ കാറിലെത്താം, ബസ്സിലെത്താം, ട്രെയിനിലെത്താം. പക്ഷെ എത്തേണ്ടത് നമ്മുടെ ലക്ഷ്യസ്ഥാനം ട്രിവാൻഡ്രമാണെങ്കിൽ നമ്മൾ അവിടെ എത്തണം. ഏത് മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല. അപ്പോൾ ഒന്ന്, ഞാൻ ചെയ്യുന്നു എന്ന ഭാവം, കർത്തൃത്വാഭിമാനം വെടിയലാണ്. മറ്റേത് കർമ്മത്തിൻ്റെ ഫലം എനിക്ക് അനുഭവിക്കണം എന്നുള്ളത് വെടിയലാണ്. അതെല്ലാം ഇല്ലാതെയാക്കണം.
പിന്നീട് ഫലം കാക്ഷിക്കാതെ കർമ്മം ചെയ്യലാണ്. അപ്പോൾ അങ്ങനെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, അപ്പോൾ കർമ്മം ചെയ്യണം എന്നുള്ളത് നിർബന്ധമായി. ചെയ്തു കഴിഞ്ഞാൽ, കർമ്മയോഗം ചെയ്തു കഴിഞ്ഞാൽ തന്നെ കർമ്മസന്യാസം വന്നു ചേരും. എല്ലാവർക്കും പറ്റില്ല കേട്ടോ അത്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതായത് നമ്മളെല്ലാം ലൗകികരായിട്ട് ജീവിക്കുമ്പോൾ ബുദ്ധിപരമായിട്ട് വളരെയധികം വികാസം നേടിയവർക്കും ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഒരു ശക്തിയാണ് എന്ന വിവരം നമ്മുടെ മനസ്സിൽ ഉദിക്കുകയും ചെയ്യുമ്പം മാത്രമാണ് നമ്മുടെയൊക്കെ അഹന്ത അസ്തമിക്കുള്ളൂ. അതിന് കുറച്ചധികം പ്രയാസം തന്നെയുണ്ട്, വളരെയധികം പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് രണ്ടും മാർഗങ്ങളും വേറെ വേറെയാണെന്ന് അവിവേകികളായ നമ്മളൊക്കെ പറയുന്നത്. ഇതിലേത് അനുഷ്ഠിച്ചാലും കുഴപ്പമൊന്നുമില്ല, രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണെന്ന് ജ്ഞാനികൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇതിലേക്ക് എത്താനുള്ള വഴി, അതായത് നമ്മൾ പഴയ ജന്മങ്ങളിൽ, മുൻജന്മങ്ങളിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരു കർമ്മസന്യാസിയായി ആവുകയൊക്കെ ചെയ്ത ഒരാൾക്ക് ഈ ജന്മത്തിലും അത് എളുപ്പത്തിൽ എത്താൻ പറ്റും. മറ്റു ചിലർക്ക് ഇവിടെ തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ട്രെയിനിങ് കഴിഞ്ഞ് ജോലി കയറുന്നവരും ആദ്യമായിട്ട് ട്രെയിനിങ്ങിന് ചേരുന്നവരും പോലെയാണ്. ഓൾറെഡി ട്രെയിനിങ് കഴിഞ്ഞവർക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ജോലി ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതേപോലെ ചിലർ ഈ ജന്മത്തിൽ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ കർമ്മം ചെയ്ത് മാത്രം തന്നെ ഈ സാഖ്യയോഗം നേടാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഭഗവാനിൽ മനസ്സുറപ്പിച്ച് കർമ്മങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഫലം നമ്മൾ കാക്ഷിക്കണ്ടു. നമ്മൾ ചിന്തിക്കുന്ന മാതിരത്തെ ഫലമല്ല, എവിടെയാണ് എത്തേണ്ടത് എന്നുള്ള ലക്ഷ്യസ്ഥാനം. അപ്പോൾ രണ്ടും ഒരു തുട്ട് അല്ലെങ്കിൽ ഒരു കോയിൻ്റെ രണ്ട് ഭാഗങ്ങൾ പോലെയാണ്. ഒന്ന് മാത്രം, അതായത് ഹെഡ് ആൻഡ് ടെയിൽ ഉണ്ടല്ലോ ഒരു കോയിന്, അതുപോലെയാണ്. ഒന്ന് മാത്രമായിട്ട് ഉണ്ടാവില്ല. പരസ്പര പൂരകങ്ങൾ എന്ന് പറയാൻ കാരണം അതാണ്. ആദ്യം അർജുനൻ ചോദിച്ചത് പണ്ട് 2 ചാപ്റ്റർ മുന്നേ, പണ്ട് എന്നല്ല 2 ചാപ്റ്റർ മുന്നേ നമ്മൾ പഠിച്ചപ്പോൾ ചോദിച്ചത് എനിക്ക് ശ്രേയസ്കരം ഏതാണ് എന്നാണ്. അന്ന് കർമ്മയോഗമാണ് ശ്രേയസ്കരം എന്ന് ഭഗവാൻ പറഞ്ഞു. പക്ഷേ ആ കർമ്മയോഗം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എന്നിട്ട് അവസാനം എവിടേക്കാണ് എത്തുന്നത്? കർമ്മസന്യാസത്തിലേക്കാണ് എത്താൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ് ചെയ്തത്. ഏതനുഷ്ഠിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഫലം ഒന്ന് തന്നെയായിരിക്കും. ഏതനുഷ്ഠിച്ചാലും ഫലം കിട്ടും, അത് നീ പേടിക്കണ്ട, നീ ചെയ്താൽ മതി. നീ ഇപ്പോൾ ക്ഷത്രിയനാണല്ലോ, നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? കർമ്മയോഗം. ആ കർമ്മയോഗം തന്നെ ചെയ്തോളൂ. ഇത് ശ്രേയസ്കരം, മറ്റേത് നന്നല്ല, അങ്ങനെയൊന്നുമില്ല. നീ ചെയ്തോ, നിൻ്റെ കർമ്മങ്ങൾ ചെയ്തോ, അതിനുള്ള ഫലം നീ തന്നെ മറ്റേതിലേക്ക് എത്തിക്കോളും. കർമ്മസന്യാസത്തെ പറ്റി നീ ചിന്തിക്കുകയേ വേണ്ട, അത് താനേ വന്നു ചേരുന്ന ഒരു കാര്യമാണ്. കർമ്മയോഗം നന്നായിട്ട് വിധി പോലെ അനുഷ്ഠിക്കൂ അർജുന. 4 ശ്ലോകങ്ങളാണ് ചൊല്ലിയിരിക്കുന്നത്.